ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് പത്രങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടം വീണ്ടും ലംഘിക്കുന്നതിൻ്റെ വാർത്തയാണ്. ചട്ടം എന്നാൽ ലംഘിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ ആ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അർത്ഥം. ഇന്ന് മലയാള മനോരമ അതിൻ്റെ ലീഡ് വാർത്തയായി തരുന്നത് അതാണ്. അതിന് നൽകിയിരിക്കുന്ന ശീർഷകവും ബഹുകേമം. ലംഘനം എന്ന വാക്കാണ് അതിന് നൽകിയിരിക്കുന്നത്. ലംഘനം എന്ന് പറയുമ്പോൾ ചട്ടലംഘനമാണ്. ചട്ടലംഘനം നടത്തിയയാൾ നമ്മുടെ പ്രധാനമന്ത്രിയുമാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനിടയിൽ പ്രധാനമന്ത്രിമാർ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കാറില്ല. അവിചാരിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും അവരാഗ്രഹിക്കാറില്ല. പൊതുവെ കൂടുതൽ സംയമം പാലിക്കുന്നയാളായിരിക്കും പ്രധാനമന്ത്രി. എങ്കിൽ BJP ഭരണത്തിന് കീഴിലെല്ലാം തലകീഴായാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി മാത്രമാണ്, ഏകാഗിയായ പ്രധാനമന്ത്രിയുടെ പ്രകടനങ്ങളാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പുതിയ അനുഭവങ്ങളിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഇത്തവണ ലംഘിച്ച തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എന്ത്? കാണുക മലയാള മനോരമ. ബാലാക്കോട്ടിൻ്റെയും പുൽവാമയുടെയും പേരിൽ പ്രധാനമന്ത്രിയുടെ വോട്ട് തേടൽ. അതിനകത്താണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമുണ്ടായത്. നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോവുകയും ചെയ്തിരിക്കുന്നു. ജോമി തോമസ് ദില്ലിയിൽ നിന്ന് ആ വാർത്ത എത്തിക്കുന്നു. വാർത്ത ഇപ്രകാരം: ബാലാക്കോട് സൈനിക നടപടിയുടെയും പുൽവാമയിൽ CRPF ജവാന്മാരുടെയും വീരമൃത്യുവിൻ്റെയും പേരിൽ വോട്ട് തേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമെന്ന് മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട്. ഇത് പരിശോധിച്ച് ചട്ടലംഘനമെന്ന് കണ്ടെത്തിയാൽ ഉടനെ ഉചിതമായ നടപടിയെടുക്കുമെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ബാലാക്കോട്ട് ആക്രമണം നടത്തിയ ധീര സൈനികർക്കും പുൽവാമയിൽ വീരചരമം പ്രാപിച്ചവർക്കുമായി കന്നി വോട്ടർമാർ വോട്ട് സമർപ്പിക്കണമെന്നാണ് മഹാരാഷ്ട്രയുടെ ലാത്തൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അതുവഴി സൈനികരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആത്മാർപ്പണം, ഇതൊക്കെ സ്വന്തം താല്പര്യത്തിന് വോട്ടാക്കി കീശയിലേക്കിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. ഔചിത്യം എന്ന കാര്യം, വികാരം, പദം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരാളാണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പോയത് എന്ന് വിലപിക്കുക മാത്രമാണ് നമുക്ക് കരണീയമായിരിക്കുന്നത്. പ്രധാനമന്ത്രി തെറ്റിച്ചാൽ, എംബ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞതുമാതിരി ബാക്കിയുള്ളവരുടെ ഗതി അധോഗതി തന്നെയായിരിക്കും. പൊതു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം വിജയകരമായി താണ്ടി ഇന്ത്യ. 18 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 91 സീറ്റുകൾ. 7 ഘട്ടമുള്ള തെരഞ്ഞെടുപ്പിലെ ആദ്യ ഘട്ടം അങ്ങനെയാണ് അരങ്ങേറിയത്. ആദ്യഘട്ടത്തിന്റെ വിജയകരമായ പരിസമാപ്തിയെ സംബന്ധിച്ച വാർത്തകളാണ് പത്രലോകം നമുക്ക് തരുന്നത്. മികച്ച തുടക്കം. മാതൃഭൂമി ആ വാർത്തയെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. PK മണികണ്ഠൻ ദില്ലിയിൽ നിന്ന് തന്നെ ആ വാർത്ത തരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ അടുത്ത സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമായി. ഒറ്റപ്പെട്ട അക്രമങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ നടന്ന 17ാം ലോകസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പങ്കാളിത്തമുണ്ടായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമികമായ കണക്ക് സൂചിപ്പിക്കുന്നത്. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലും ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടന്നത്. ഒറീസയിലെ 28 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നു. ഇവിടെ 4 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 1279 പേരാണ് ഒന്നാം ഘട്ടത്തിൽ ലോക്സഭയിലേക്ക് ജനവിധി തേടിയത്. 14 കോടിയോളം വോട്ടർമാർക്കായി
1,70,664 പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിരുന്നു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അരുണാചൽ പ്രദേശ്, മേഘാലയ, ഉത്തരാഖണ്ഡ്, മിസോറാം, നാഗാലാൻഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒറ്റഘട്ടം കൊണ്ട് പൂർത്തിയായ സ്ഥലങ്ങളാണത്. പൊതുവിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പ് ശതമാനത്തേക്കാൾ തൊട്ടു താഴെയാണ് ശതമാനം നിൽക്കുന്നത്. വലിയ നിലവാരത്തേക്ക് അത് വളർന്നിട്ടില്ല. അതായത് അധിക താല്പര്യത്തോടെ, അധിക വീറോടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന പുതിയ ആളുകൾ എത്തിയില്ല എന്നർത്ഥം. അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ പ്രതിഫലിച്ച യാഥാർത്ഥ്യം തരംഗങ്ങൾ ഏതുമില്ല എന്നാണ്. 18 സംസ്ഥാനങ്ങളിലും 20 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും കടന്നാണ് തെരഞ്ഞെടുപ്പ് പോയത്. തരംഗങ്ങൾ എവിടെയുമില്ല. മറ്റൊന്ന്, ആളുകളെ സംബന്ധിച്ചിടത്തോളം ആന്റി ഇൻകുംബൻസി ഫാക്ടർ പ്രവർത്തിക്കുന്നു. ഭരിക്കുന്നവർക്കെതിരെയുള്ള ജനവികാരം എന്നർത്ഥം. അതായത് ഭരിക്കുന്നവർക്ക് ആശാവഹമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം വിളംബരം ചെയ്യുന്നത്. ഇതാണ് പൊതുവായ ഒരവസ്ഥയെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് വലിയ പ്രത്യാശയ്ക്ക് അവകാശമില്ല എന്നുകൂടി വെളിവാക്കുന്നു ഇന്നലെ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ശതമാനവും അതിനോടുള്ള ജനങ്ങളുടെ പൊതുവായ സമീപനവും. കമ്പോട് കമ്പ് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. അവിടെ പ്രധാനികൾ തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ മത്സരത്തിൻ്റെ അന്തർഗതങ്ങളെക്കുറിച്ച് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവുക സ്വാഭാവികം മാത്രം. അവിടെ പ്രചരണത്തിൻ്റെ അവസ്ഥ എന്ത്? അതേ സംബന്ധിച്ച് സിറാജ് എന്ന പത്രം ഒരു വാർത്ത തരുന്നു. പ്രചാരണം മെല്ലെയാണ് പോകുന്നത്. പ്രചാരണത്തിന് സജീവമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്തോ ഘടകങ്ങളുണ്ട്. കോൺഗ്രസിനെയാണ് ആ ഘടകങ്ങൾ ബാധിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അതിന് ചുക്കാൻ പിടിക്കേണ്ട കോൺഗ്രസിന്റെ പ്രബലരായ പ്രവർത്തകരും നേതാക്കളും രംഗം വിട്ടിരിക്കുന്നു എന്നാണ് ശശി തരൂർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അടുപ്പിച്ച് 2 തവണ ജയിച്ചയാളാണ് ശശി തരൂർ. ഇത്തവണയും ജയപ്രതീക്ഷ പുലർത്തുന്ന ആളാണ്. ജയിക്കുമെന്ന് പ്രവചനം വന്നയാളാണ്. അദ്ദേഹം ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നു. ദയവായി ഇടപെടുക, എന്നെ വെള്ളത്തിലാക്കി എൻ്റെ തന്നെ പാർട്ടിയുടെ നേതാക്കൾ ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് പരാതി പോയിരിക്കുന്നത്. പരാതി അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് എങ്കിലും തരൂരിൻ്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഇടപെടൽ എന്ന ശീർഷകത്തിൽ ആ നിഷേധത്തെ സമ്പൂജ്യമാക്കി കളഞ്ഞിരിക്കുന്നു സിറാജ്. വാർത്ത ഇങ്ങനെ: ശശി തരൂർ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേതാക്കളുടെ സഹകരണമില്ലായ്മ ചൂണ്ടിക്കാട്ടി ശശി തരൂർ AICCക്ക് പരാതി നൽകിയിരുന്നു. ഇവിടെ ആരും വരുന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയതുമില്ല എന്ന നിലയ്ക്കുള്ള മുറവിളി തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് പ്രചാരണം നീങ്ങുമ്പോൾ ശശി തരൂരിന് ഉന്നയിക്കേണ്ടി വരുന്ന അവസ്ഥ, ആ അവസ്ഥ മുന്നേ കൂട്ടി പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞതാണ്. എല്ലാവർക്കും താല്പര്യം വയനാട്ടിലേക്ക് ഓടാനാണ്, വയനാട്ടിലേക്ക് ഓടിച്ചെന്ന് തിരുമുഖ ദർശനം നേടാനാണ്. പക്ഷേ അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇതര ഭാഗങ്ങളിൽ ഇത് ശശി തരൂരിനെ സംബന്ധിച്ച പ്രശ്നം മാത്രമല്ല. നോക്കൂ, കോൺഗ്രസിലെ മറ്റ് പ്രബലരും ശരിക്കും അടിയൊഴുക്കിൽ പെടുന്നുവോ? പരാതിയുമായി ശശി തരൂർ മാത്രമല്ല, നമ്മുടെ കെങ്കേമനായി വിശേഷിപ്പിക്കപ്പെട്ട, ജയിക്കാൻ മാത്രമായി തെക്ക് നിന്ന് വടക്കോട്ട് അണിയിച്ചാനയിച്ച എഴുന്നള്ളിച്ച കെ മുരളീധരന്റെ അവസ്ഥ നോക്കൂ. അതുപോലെ തന്നെ MK രാഘവൻ, വലിയ ആക്ഷേപത്തിന് വിധേയനായയാൾ, അവരും വെള്ളത്തിലാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലും പ്രചാരണ രംഗത്തെ വീഴ്ചകളെക്കുറിച്ച് UDF സ്ഥാനാർത്ഥികൾ AICCക്ക് പരാതി നൽകി. വടകരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത വന്നപ്പോൾ ഉണ്ടായ ആവേശം പിന്നീടില്ലെന്നാണ് കെ മുരളീധരന്റെ പരാതി. എന്തായിരുന്നു സ്വീകരണം? എന്തൊക്കെയായിരുന്നു ബഹളം? ഒടുവിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ല.
പിന്നെ ഒന്നും ആരും പറയുന്നില്ല. ഇതാണ് അവസ്ഥ. കെ മുരളീധരൻ പ്രചാരണത്തോട് വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കും പരാതിയുണ്ട്. പ്രവർത്തകരെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിക്കും, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രവർത്തകർക്കും പരാതി വന്നിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒളിക്യാമറ വിവാദമുണ്ടായ സാഹചര്യത്തിൽ നേതാക്കൾ വേണ്ടത്ര ഇടപെടുന്നില്ല എന്നാണ് രാഘവന്റെ പരാതി. ദയനീയമാണ് അവസ്ഥ എന്ന നിലയ്ക്കാണ് വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശശി തരൂർ, കെ മുരളീധരൻ, MK രാഘവൻ തുടങ്ങിയവർ പരാതിക്കാരായി ഹൈക്കമാൻഡിന് മുന്നിലെത്തിയിരിക്കുന്ന അവസ്ഥാവിശേഷമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ദിവസം തൊഴിലാളികൾക്ക് ശമ്പളത്തോടുകൂടിയ അവധി എല്ലാ തവണയും ഉള്ളതാണ്. അത് ഇത്തവണയും അനുവദിക്കപ്പെട്ടിരിക്കുന്ന വാർത്ത സിറാജ് എന്ന പത്രം തരുന്നു. നമുക്ക് ആദൃശ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. തൊഴിലാളികൾക്ക് അവധി, ശമ്പളത്തോടെയുള്ള അവധി തെരഞ്ഞെടുപ്പ് ദിനം. തെരഞ്ഞെടുപ്പ് ദിവസം സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ശമ്പളത്തോടെ അവധി നൽകണമെന്ന് ലേബർ കമ്മീഷന്റെ നിർദ്ദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച വാർത്തകൾ ദേശാഭിമാനി ഒന്നാം പുറത്ത് തരുന്നു. ആന്ധ്രയിൽ അക്രമം, 2 മരണം. അതാണ് വാർത്തയായി നമുക്ക് ലഭിക്കുന്നത്. ലോക്സഭയിലേക്കുള്ള 1ാം ഘട്ടം വോട്ടിനിടെ ആന്ധ്രയിൽ സംഘർഷത്തിൽ 2 പേർ മരിച്ചു. YSR കോൺഗ്രസ് TDP പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ ഇരു പാർട്ടികളുടെയും ഓരോ പ്രവർത്തകർ മരിച്ചു എന്ന വാർത്തയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി 1ാം പേജിൽ തരുന്നത്. ഒപ്പം ത്രിപുരയിൽ വ്യാപക ആക്രമണത്തെ സംബന്ധിച്ച വാർത്ത. ഇത്തവണയും ആക്രമണങ്ങളുടെ അകമ്പടിയോടെയാണ് തെരഞ്ഞെടുപ്പ് അവിടെ അരങ്ങേറിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്, പഴയതുപോലെ തന്നെ. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ത്രിപുരയിലെ വെസ്റ്റ് ത്രിപുര മണ്ഡലത്തിൽ വോട്ടർമാർക്ക് നേരെ സംഘപരിവാർ പ്രവർത്തകരുടെ വ്യാപക ആക്രമണം. പലയിടത്തും വോട്ടർമാരെ തടഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ബൂത്ത് ഏജന്റുമാരെ മർദ്ദിച്ചു. വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഗർത്തല വാർത്താ സമ്മേളനത്തിൽ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ത്രിപുരയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നലെ മായാവതി ബഹൻജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മായാവതി തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അവർ BSPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അവർ സംസാരിച്ചത് എന്ത് എന്ന് കേരള കൗമുദി അതിൻ്റെ വിവിധം പുറത്ത് നമ്മോട് പറയുന്നു. അതിങ്ങനെ: മോദി പിന്നോക്കക്കാരെ അവഗണിച്ചു. ദളിതരും മുസ്ലിങ്ങളും അടക്കമുള്ള പിന്നോക്കക്കാരെ അവഗണിച്ച ഭരണമായിരുന്നു നരേന്ദ്രമോദിയുടേത് എന്ന് BSP അധ്യക്ഷ മായാവതി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ലീഗ് പതാക കണ്ടാൽ അതപ്പോൾ തന്നെ പാകിസ്ഥാൻ പതാകയാണ് എന്ന് തോന്നുന്ന ഒരു കൂട്ടർ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിലുണ്ട്. എനിക്കും നിങ്ങൾക്കും പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നത് മാതിരി അത് BJPക്കാർ തന്നെയാണ്. വയനാട്ടിൽ ലീഗ് പതാക ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. രാഹുൽ പറയുന്നത് ശബരിമല ഫെയിം, പ്രേരണാകുമാരി. രാഷ്ട്രീയം ചോദിച്ചാൽ പറയും എനിക്കൊരു രാഷ്ട്രീയവുമില്ല. പക്ഷേ ഒപ്പം ഇപ്പോൾ പ്രേരണാകുമാരി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചൗക്കീദാരി പ്രേരണകുമാരി എന്നാണ്. ചൗക്കീദാർ എന്ന് പറഞ്ഞാൽ വലിയ അന്വേഷണമൊന്നും വേണ്ട, കള്ളൻ എന്നു മാത്രമാണ് അർത്ഥം. അതുകൊണ്ട് കള്ളൻ എന്ന് പറയാൻ പറ്റില്ല, കള്ളി പ്രേരണകുമാരി. മലയാളികളെ സംബന്ധിച്ച് നന്നായി കള്ളം പറയുന്നതാണ് കള്ളിയെങ്കിൽ നന്നായി കള്ളം പറയുന്നയാളാണ് പ്രേരണകുമാരി എന്ന് തെളിയിച്ചിട്ടുമുണ്ട്. പുതിയ കള്ളം കേൾക്കുക. വയനാട്ടിലെ പാക് പതാക ട്വീറ്റിൽ കുടുങ്ങി BJP. മംഗളമാണ് ആ വാർത്ത 1ാം പേജിൽ തരുന്നത്. കോൺഗ്രസ് അധ്യക്ഷനും വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ പാകിസ്ഥാന്റെ പതാകകൾ വീശിയെന്ന BJP നേതാവ് അഡ്വക്കേറ്റ് പ്രേരണാകുമാരിയുടെ ട്വീറ്റ് വിവാദമാകുന്നു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. മുസ്ലിം ലീഗിന്റെ പതാക പാക് പതാകയായി ചിത്രീകരിച്ചത് പ്രേരണാകുമാരിക്കും BJPക്കും കുരുക്കാകും എന്ന് സൂചന.
KM മാണിക്ക് വിട. എല്ലാ പത്രങ്ങളും അത് തരുന്നു. മാധ്യമം എന്ന പത്രം അത് ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തന്നിരിക്കുന്നു. മാണി സാർ ഇനി ഓർമ്മ. CAA കരീം. ആ വാർത്ത പാലായിൽ നിന്ന് തരുന്നത് ഇപ്രകാരം: മാണി സാർ ഇനി ഓർമ്മ. അഞ്ചര പതിറ്റാണ്ടിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന അതികായനി യാത്രാമൊഴി. ഇടനെഞ്ചിൽ ചേർത്ത് നിർത്തിയ പാലയുടെ കണ്ണീരേറ്റുവാങ്ങി മടക്കം. ഇനി മാണി സാറില്ലാത്ത പാലയും കരിങ്ങോഴയ്ക്കൽ വീടും. പാലാ കത്തീഡ്രൽ പള്ളി സിമിത്തേരിയിലെ 126 നമ്പർ കല്ലറയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്നലെ വൈകുന്നേരം 6:45 സംസ്കാരം. അതൊക്കെയാണ് ഇന്ന് അതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന വാർത്ത. തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് നേരിട്ടോ പരോക്ഷമായോ ബന്ധപ്പെട്ട വാർത്തകൾക്ക് ശേഷം ഇന്ന് പത്രങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കേരളത്തിൽ ഒരു വധശിക്ഷ കൂടി നടന്നിരിക്കുന്നു. ആ വധശിക്ഷ മംഗളം എന്ന പത്രം ഒന്നാം പേജിൽ തന്നെ തരുന്നത് കാണുക. മോഷണത്തിനിടെ കൊലപാതകം, ഒന്നാം പ്രതിക്ക് വധശിക്ഷ. വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെയാണത് പറയേണ്ടത്. മോഷണത്തിനിടെ ഗൃഹനാഥനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഭാര്യയെ ആക്രമിച്ച് മൃതപ്രായയാക്കി മാനഭംഗം ചെയ്ത കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ നൽകുന്നു. ഒരാൾ കൂടി കണ്ടം സെല്ലിലേക്ക് യാത്രയാകുന്നു തിരുവനന്തപുരത്ത്. അത് ഇനി എന്നാണ് നടക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഗൃഹനാഥനെ കൊന്നു. ഗൃഹനാഥയുടെ അവസ്ഥ നോക്കുക. തലച്ചോറിന് ഗുരുതരമായി ക്ഷതമേറ്റ വീട്ടമ്മ നിരവധി ശസ്ത്രക്രിയകൾക്ക് ശേഷം ഇപ്പോഴും ഓർമ്മശേഷി നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലാണ്. ഇവർക്ക് പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കഴിയില്ല എന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ക്രൂരമായിരുന്നു ആക്രമണവും മോഷണവും. അതുകൊണ്ട് വിരളം എന്ന തലക്കെട്ടിലാണ് ഈ വിധിന്യായം വന്നിരിക്കുന്നത്. ഈ കുറ്റകൃത്യം അങ്ങനെയാണ് ജഡ്ജ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുകൂടി വാർത്ത നമ്മോട് പറയുന്നു. അസാഞ്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്ത ഇന്ന് പത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. വലിയ വലിയ രഹസ്യങ്ങൾ നിലനിൽക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ, നാസയിൽ നിന്നടക്കം രഹസ്യങ്ങൾ ചോർത്തി. അവിടെ വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള സ്ഥലമാണ് അമേരിക്ക. അവിടെ നാസ എന്ന് പറഞ്ഞാൽ യുദ്ധകാര്യങ്ങളുടെ പോലും കാര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലം. ആ രഹസ്യങ്ങൾ ചോർത്തി മാലോകരെ അറിയിച്ചു അസാഞ്ച്. ആ അസാഞ്ച് അറസ്റ്റ് ഭയന്ന് ഒരു എംബസിയിൽ കഴിയുകയായിരുന്നു. എംബസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കേരള കൗമുദി ആ വാർത്ത നമുക്ക് തരുന്നു. 7 വർഷത്തോളമാണ് അദ്ദേഹം അവിടെ എംബസിയിൽ കഴിഞ്ഞത്. അസാഞ്ച് അറസ്റ്റിൽ പിടിയിലായത് ഇക്വഡോർ എംബസിയിൽ നിന്ന്. പ്രതിരോധ നയതന്ത്ര രഹസ്യങ്ങൾ ചോർത്തി പ്രസിദ്ധീകരിച്ചതിന് അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായ വിക്കിലീക്സിന്റെ സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിനെ ബ്രിട്ടീഷ് പോലീസ് ഇന്നലെ ഇക്വഡോർ എംബസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 7 വർഷമായി എംബസിയിൽ രാഷ്ട്രീയ അഭയത്തിൽ കഴിയുകയായിരുന്നു 47-കാരനായ അസാഞ്ച്. അസാഞ്ച് എംബസിയിലേക്ക് പോയ സമയത്ത് നമുക്ക് ലഭിച്ച ചിത്രങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ചിത്രം നോക്കുമ്പോൾ എത്രയോ വൃദ്ധനായിരിക്കുന്നു അസാഞ്ച് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇക്വഡോർ എംബസിയിൽ 7 വർഷമാണ് അദ്ദേഹം കഴിഞ്ഞത്. വിക്കിലീക്സിൽ പ്രസിദ്ധീകരിച്ചത് 10 മില്യൺ രേഖകൾ. വിക്കിലീക്സിനെ കുറിച്ചുള്ള FBI പേജുകൾ 42,135. ആ നിലയ്ക്ക് അന്വേഷണാത്മക പത്രപ്രവർത്തന രംഗത്ത് ഒരു ചരിത്രം തന്നെയായിരുന്നു അസാഞ്ച്. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ വിചാരണയിലൂടെ പുറത്തേക്ക് വരുന്നത് എന്ന് ലോകം കാത്തിരുന്ന് കാണേണ്ടി വരും. കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഹോസ്റ്റലിൽ 6:30 മണിക്ക് കയറണം. അത് അവരുടെയൊക്കെ എന്താ പറയുക, അവരുടെ രക്ഷയെ കരുതിയാണ് അങ്ങനെ നിയമങ്ങൾ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിലും കുറെ കാലമായി പെൺകുട്ടികൾ പറയുന്നു, ഗവേഷണമൊക്കെ നടത്തുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് ലൈബ്രറിയിൽ ഇരിക്കാൻ പോലും സമയമില്ല. കുറെ നാളായി ആവശ്യപ്പെടുന്നത് കൂട്ടിത്തരണം. ലോകത്താകമാനം ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളം മാത്രം ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അതിൻ്റെ അന്ത്യമായിരിക്കുന്നു. സർവകലാശാല വനിതാ ഹോസ്റ്റലുകളിലെ പ്രവേശന സമയം രാത്രി 9:30 അത്രത്തോളം ആശ്വാസകരമായ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു.
സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലും സർവകലാശാലകൾക്ക് കീഴിലുമുള്ള വനിതാ ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥിനികൾക്കുള്ള പ്രവേശന സമയം രാത്രി 9:30 വരെ നീട്ടി സർക്കാർ ഉത്തരവിറക്കിയ വാർത്ത ഇന്ന് പത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഒരു ആത്മഹത്യാ വാർത്ത നമ്മെ തേടിയെത്തുന്നുണ്ട്. SATയിലെ ഹൗസ് സർജനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വിചിത്രമായ കാരണങ്ങളിൽ വിചിത്രമായ രീതികളിലാണ് ആ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ അത് വാർത്തയായി തീരുന്നു. കഴുത്ത് മുറിച്ച ശേഷം സർജിക്കൽ ബ്ലേഡ് വിഴുങ്ങി. അന്നനാളത്തിൽ കുടുങ്ങിയ ബ്ലേഡ് പുറത്തെടുത്തു. SAT ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കാണാതായ ഹൗസ് സർജനെ മെഡിക്കൽ കോളേജിന് പിന്നിലെ ഗ്രൗണ്ടിന് സമീപം കഴുത്ത് മുറിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തി. സെമി ലേബർ റൂമിൽ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്ന കൊല്ലം സ്വദേശിയാണ് 24-കാരനെയാണ് കഴുത്തറുത്ത ശേഷം ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ് വിഴുങ്ങിയതിനെ തുടർന്ന് അവശ നിലയിൽ കണ്ടെത്തിയത്. ജോലി സമ്മർദ്ദമാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് പ്രാഥമിക വിവരം. കഴുത്തറുക്കുന്നു, പിന്നെ സർജിക്കൽ ബ്ലേഡ് എടുത്ത് വിഴുങ്ങുന്നു. എളുപ്പമുള്ള വഴികളൊന്നും ഒരു ഡോക്ടർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇതിൻ്റെ പുറകിൽ കൃത്യമായും മറ്റെന്തോ ദുരൂഹതകളൊക്കെ ആളുകൾ സംശയിച്ചുകൂടായികയില്ല. കുടിവെള്ളം വരുന്നില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയെ വിളിക്കാം. അതിനുള്ള സംവിധാനം വാട്ടർ അതോറിറ്റി ഒരുക്കിയിരിക്കുന്നു. പൊതുവാർത്താ പേജിൽ ദേശാഭിമാനി ആ വാർത്ത തരുന്നു. 24 മണിക്കൂറും സർവസജ്ജമായ ഒരു സംവിധാനം വാട്ടർ അതോറിറ്റി ഒരുക്കിയിരിക്കുന്നു. കുടിവെള്ള ലഭ്യതയുമായി ബന്ധപ്പെട്ട പരാതികൾ വാട്ടർ അതോറിറ്റിയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ചറിയിക്കാം. ആ ഫോൺ നമ്പറുകളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നത് മാതിരി കടുത്ത വേനലാണ്, വരൾച്ചയാണ്, ജലസാധ്യത കുറവുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സംവിധാനം ഒരുപക്ഷെ ആശ്വാസമായി കൂടായികയില്ല. 5 ജില്ലകളിൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. ആ വാർത്ത ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നു. ജാഗ്രതാ നിർദ്ദേശം ഞായർ വരെ നീട്ടി. ഓരോ ഘട്ടങ്ങളായി ചൂടുമായി ബന്ധിപ്പിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ നീണ്ടു പോവുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടും. സൂര്യാഘാത സാധ്യത കൂടുതലുള്ളതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മാസം 14 വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ചൂട് വർദ്ധിക്കും. അതായത് വിഷു വരെ ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. അഭിപ്രായ സർവേകൾ വന്നിട്ടുണ്ടല്ലോ ധാരാളം. ഓരോ ചാനലുകളും അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വിഡ്ഢിത്തമായിരുന്നു എങ്കിലും ആ അഭിപ്രായ സർവേകൾ കരുതിക്കൂട്ടിയുള്ള മനഃശാസ്ത്ര ആക്രമണമാണ് എന്ന് സിറാജ് എന്ന പത്രം ആ സത്യം വിളിച്ചു പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അഭിപ്രായ സർവേകൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമാണ് വിവിധ ഏജൻസികളുടെ സർവേ ഫലങ്ങൾ. കഴിഞ്ഞ തവണത്തേക്കാൾ NDAക്ക് സീറ്റ് കുറവായിരിക്കുമെങ്കിലും മോദി സർക്കാർ 2ാം വട്ടവും അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നാണ് ദി ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി നാഷണൽ ഇലക്ഷൻ സ്റ്റഡി, ലോക് നീതി സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് സൊസൈറ്റീസ് എന്നിവ ചേർന്ന് നടത്തിയ സർവേ ഫലം കാണിക്കുന്നത്. അതേസമയം UPA സർക്കാർ അധികാരത്തിലെത്തുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ് മനോരമ ന്യൂസ് സർവേ ഫലം. കേരളത്തിൽ 6 മുതൽ 14 വരെ സീറ്റിന് സാധ്യതയുള്ള ഇടതുമുന്നണിക്കാണ് മുൻതൂക്കമെന്ന് ദി ഹിന്ദു പറയുമ്പോൾ LDFനെ 3 സീറ്റിൽ ഒതുക്കി UDF 13 സീറ്റ് വരെ നേടുമെന്നും മനോരമ പറയുന്നു. അടുത്ത കാലത്തായി എല്ലാ തെരഞ്ഞെടുപ്പ് വേളയിലും നടത്തപ്പെടാറുണ്ട് അഭിപ്രായ സാധ്യതാ സർവേകൾ. ചിലപ്പോഴപ്പോൾ ഫലങ്ങൾ ശരിയാകാറുണ്ട്. കൂടുതലും പാളിയതാണ് ചരിത്രം. ഇനി ഇന്നത്തെ ചിത്രം. അതിന് തൊട്ടു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. KM മാണി ഓർമ്മയിലേക്ക് പോയി. ഈ ചിത്രം കാണുക. ഇത് പാലാ സെന്റ് തോമസ് പള്ളിയാണ്. അവിടെ വിലാപയാത്ര പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ചിത്രം, അഥവാ KM മാണി അവസാനമായി പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ചിത്രം ദീപിക 1-ാം പുറത്ത് വന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.